പറയാൻ പോകുന്നത് പാട്ടിനെ കുറിച്ചോ അല്ലെ പാട്ട് പാടുകയോ പാചകമോ യാത്രയോ ഒന്നുമില്ല. ഇത് കണ്ടോ, സുധാമൂർത്തിയുടെ 3000 സ്റ്റിച്ചസ്, ഓർഡിനറി പീപ്പിൾ എക്സ്ട്രാ ഓർഡിനറി ലൈഫ്സ്. സുധാമൂർത്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമേ ഇല്ല, എല്ലാവർക്കും അറിയാം. ഇൻഫോസിസ് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ എഴുത്തുകാരി, സാമൂഹിക പ്രവർത്തക എല്ലാമാണ് അവർ. എന്നെ ഏറെ സ്വാധീനിച്ച വ്യക്തി. സമൂഹത്തിൽ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ദേവദാസികളെ അവരുടെ തൊഴിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു സുധാമൂർത്തിയുടെ മനസ്സിൽ മുൻപന്തിയിൽ നിന്നിരുന്നത്. അങ്ങനെ സുധാമൂർത്തി ദേവദാസികളെ കാണാനായിട്ട് പോവുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ വളരെ തിക്ത അനുഭവങ്ങളാണ് ദേവദാസികളിൽ നിന്നും സുധാമൂർത്തിക്ക് നേരിടേണ്ടി വന്നത്. ക്രമേണ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ പ്രിയപ്പെട്ട അക്കയായി മാറുകയും ചെയ്തു. 3000-ഓളം സ്ത്രീകൾ അവരുടെ ഈ തൊഴിൽ ഉപേക്ഷിക്കുകയും അവരെല്ലാം സ്വന്തമായിട്ട് അധ്വാനിച്ച് പശുവിനെ വളർത്തിയും ആടിനെ വളർത്തിയും ഒക്കെ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. അവരുടെ എല്ലാം മക്കൾ നല്ല നിലയിൽ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസും ഒക്കെയായി മാറുകയും ചെയ്തു. ദേവദാസികളുടെ ആഗ്രഹപ്രകാരം കുറഞ്ഞ ചെലവിൽ ഒരു ബാങ്ക് തുടങ്ങുകയുണ്ടായി. അത് കാരണം അവർക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ എടുക്കാനും കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധിച്ചു. കൂടാതെ മക്കളെ പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് സ്കോളർഷിപ്പും ഒരുപാട് സഹായങ്ങളെല്ലാം സുധാമൂർത്തി ചെയ്യുകയുണ്ടായി. അങ്ങനെ ബാങ്കിൻ്റെ 3ാമത്തെ വാർഷികമാകുമ്പോഴത്തേന് ബാങ്കിന് 80 ലക്ഷത്തോളം നിക്ഷേപമുണ്ടാവുകയും ബാങ്ക് വളർന്ന് പന്തലിക്കുകയും ചെയ്തു. അങ്ങനെ 3ാമത്തെ വാർഷികത്തിൽ സുധാമൂർത്തി അവർ ക്ഷണിക്കുകയാണ്. വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു അത്. ദേവദാസികളുടെ മക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വളരെ നല്ല നിലയിലാണല്ലോ. അവരുടെ അമ്മമാർക്ക് നന്ദി പറഞ്ഞു അവർ ഈ നിലയിലെത്തിയതിന്. അങ്ങനെ അവസാനം സുധാമൂർത്തിയുടെ ഊഴമായി. ഷീ ഈസ് യൂഷ്വലി എ സ്പോണ്ടേനിയസ് സ്പീക്കർ, ബട്ട് അറ്റ് ദാറ്റ് ടൈം ഷീ കുഡിൻറ്റ് സേ എനിത്തിങ് ബിക്കോസ് ഷീ വാസ് ടു ചോക്ക്ഡ് വിത്ത് ഇമോഷൻ. ആത്മനിയന്ത്രണം സംഭരിച്ച് സുധാമൂർത്തി സംസാരിക്കാനായിട്ട് എഴുന്നേറ്റു. നിങ്ങൾ എനിക്ക് ഒരുപാട് നൽകി, ഞാൻ കുറച്ചെങ്കിലും നിങ്ങൾക്ക് നൽകിയെന്നാണ് ഞാൻ കരുതുന്നത്. 3000-ഓളം നിങ്ങളുടെ മക്കളെ എനിക്ക് നല്ല നിലയ്ക്ക് നടത്താൻ സാധിച്ചു. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ പുഷ്പങ്ങളാണ്, അവരെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധാമൂർത്തി തൻ്റെ മുത്തച്ഛൻ 6ാം വയസ്സിൽ പഠിപ്പിച്ച ഒരു സംസ്കൃത ശ്ലോകം കോട്ട് ചെയ്യുകയാണ്. അതിങ്ങനെയാണ്: ഓ ഗോഡ്, ഐ ഡോണ്ട് നീഡ് എ കിങ്ഡം, നോർ ഡു ഐ ഡിസയർ ടു ബി ആൻ എംപറർ. I don't want rebirth or the golden vessel or heaven. I don't need anything from you. Oh Lord, if you want to give me something, then give me a soft heart and hard hands, so that I can wipe the tears of others. ഇത്രയും പറഞ്ഞുകൊണ്ട് സുധാമൂർത്തി അവരുടെ സീറ്റിൽ പോയിരുന്നു. അവിടെ നിന്ന് ഒരു മുതിർന്ന ദേവദാസി സ്ത്രീ വേദിയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ അക്കയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ്. ഇതൊരു കിടക്കവിരിയാണ്, എംബ്രോയ്ഡറി ചെയ്തതാണ്. ഇതിൽ ഞങ്ങൾ ഓരോരുത്തരും തുന്നിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് 3000 തുന്നലുകൾ, 3000 സ്റ്റിച്ചസ്. ഇതത്ര ഭംഗിയൊന്നും ഉണ്ടാകാൻ വഴിയില്ല, പക്ഷേ ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തുന്നിയതാണ്. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ അക്കയ്ക്ക് ഉഷ്ണത്തിൽ കുളിരും ശൈത്യത്തിൽ ചൂടും നൽകും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കയോടുള്ള സ്നേഹം പോലെ. സുധാമൂർത്തിയുടെ കണ്ണുകൾ നിറയുന്നു. അവർ പറയുകയാണ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് ഐ ഹാവ് എവർ റിസീവ്ഡ്. ഇതുകൊണ്ട് കഥ അവസാനിക്കുകയാണ്. അങ്ങനെയാണ് ചിലരൊക്കെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നേടിയ ആളുകൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാൻ. ഈ കഥ കൂടാതെ ഇതിനകത്ത് 10 സ്റ്റോറീസ് കൂടെയുണ്ട്. അതെല്ലാം ഇതുപോലെ തന്നെ നല്ലതാണ്, എല്ലാവരും വായിക്കണം.